സഹകരണ ബാങ്ക് വായ്പയ്ക്ക് ഈടുവച്ചത് വീടാണ് എങ്കിൽ ജപ്തി പാടില്ല എന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ജനങ്ങളെ കബളിപ്പിക്കാൻ. ജപ്തി ഒഴിവാക്കിയാൽ ബാധ്യത ആരേറ്റെടുക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇതോടെ വീട് ഈടായി സ്വീകരിക്കാൻ ബാങ്കുകൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രതിസന്ധി. പ്രജിത് മോഹനൻ ചേരുന്ന വിവരങ്ങളുമായി. പ്രജിത്ത്, അത് വലിയൊരു പ്രതിസന്ധിയാണ്. കാരണം വീട് ഈടുവെച്ച് പണമെടുക്കുക, പിന്നീട് ജപ്തിക്ക് പക്ഷേ വീട് ജപ്തി ചെയ്യാൻ പാടില്ല എന്ന നിബന്ധന കൊണ്ടുവരിക, പകരം അത് ആരേറ്റെടുക്കും ആ ബാധ്യത എന്നുള്ളതിൽ ഒരു വ്യക്തത വരുത്താതിരിക്കുക. സ്വാഭാവികമായും ബാങ്കുകൾ ഇനി ഇത്തരത്തിൽ വായ്പകൾ നൽകുന്നതിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. അതെ വീണ, കാരണം വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. കാരണം വീടുകൾ ഈട് വെച്ച് വായ്പ എടുത്തവർക്ക് അല്ലെങ്കിൽ അത് മുടങ്ങുമ്പോൾ ജപ്തി നടകളിലേക്ക് പോകരുത് എന്നുള്ളൊരു നിർദ്ദേശം സഹകരണ ബാങ്കുകൾക്ക് നൽകുമെന്ന നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ പരാമർശം അത് വലിയ ആശയക്കുഴപ്പത്തിലേക്ക് പോയിരിക്കുകയാണ്. കാരണം ഒന്ന്, ഈ സഹകരണ ബാങ്കുകളിലെ സാമ്പത്തിക ഇടപാടുകളും കൈമാറ്റങ്ങളും ഒക്കെ നടക്കുന്നത് അതിപ്പോൾ ലോണുകളായാലും ശരി, വായ്പകൾ ഈ പറയുന്ന രീതിയിലുള്ള വായ്പകളും അതിൻ്റെ പലിശ നിരക്കടക്കമുള്ള കാര്യങ്ങളെല്ലാം ഈ സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് റിസർവ് ബാങ്ക് ചട്ടങ്ങൾക്ക് അനുസരിച്ചാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ അതിൽ സർക്കാരിന് ഇടപെടാൻ കഴിയുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി നയരൂപീകരണത്തിൻ്റെ ഭാഗമായി സർക്കാർ ഇടപെടാമെന്ന് വെച്ചാൽ തന്നെ സർക്കാർ ഇത്തരത്തിൽ ഈ വീട് ഈട് വെച്ച് വായ്പ എടുത്തവർക്ക് ഒരു തരത്തിലും ജപ്തിയുമായി മുന്നോട്ട് പോകരുത് എന്നുള്ള നിർദ്ദേശം കർശനമായി നൽകിയെന്നിരിക്കുക. അപ്പോൾ ബാക്കിയാകുന്ന അടുത്ത പ്രധാനപ്പെട്ട ചോദ്യമായി വരുന്നത് ഈ സാമ്പത്തിക ബാധ്യത ആര് ഏറ്റെടുക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ സഹകരണ സംഘം ഒരാൾക്ക് ലോൺ നൽകുന്നു, അയാൾ അത് വീട് ഈട് വെച്ചിട്ടാണ്, അയാൾ പിന്നീട് ആ ലോൺ തിരിച്ചടയ്ക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായ റിക്കവറി നടപടികളിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായി ജപ്തി നടപടികളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഈ സാമ്പത്തിക ബാധ്യത ഈ ജപ്തി നടപടി ഒഴിവാക്കിയാൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഇയാളുടെ കയ്യിൽ നിന്ന് നൽകിയ പണത്തിൻ്റെ അതിൻ്റെ തിരിച്ചു പിടിക്കുന്നത് ഈ പറയുന്ന സാമ്പത്തിക ബാധ്യത നികത്താൻ വേണ്ടിയാണ്. ഇനി അത്തരത്തിൽ ജപ്തി നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിൽ ആ ബാധ്യത ആരേറ്റെടുക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇതിന് സർക്കാർ തയ്യാറാകുമോ എന്നുള്ളതാണ് സഹകരണ ബാങ്കുകളെ കുഴയ്ക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. കാരണം സർക്കാർ അതിന് തയ്യാറായില്ലെങ്കിൽ സഹകരണ ബാങ്കുകൾക്ക് ഇത്തരത്തിൽ ജപ്തി നടപടികൾ ഒഴിവാക്കി നൽകുന്ന ഒരു നയത്തിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം സഹകരണ ബാങ്കുകളെ പൂർണ്ണമായും തകർക്കുന്ന രീതിയിലേക്ക്, സാമ്പത്തികമായി ബാങ്കുകളെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് തന്നെ അത്തരം കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് ഈ പല സഹകരണ ബാങ്കുകളുടെയും ഒക്കെ മുകളിലിരിക്കുന്നവർ അവർ പ്രകടിപ്പിക്കുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത്. സർക്കാർ ഈ ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറായാൽ ഈ നിർദ്ദേശം ഒരുപക്ഷെ അനുസരിക്കാൻ സഹകരണ ബാങ്കുകൾ തയ്യാറായിരിക്കും. അല്ലാത്ത പക്ഷം സർക്കാർ കടംപിടുത്തം പിടിക്കുകയാണ്. ഇനി വീടുകൾ ഈടുവെച്ചവരുടെ വായ്പകൾ മുടങ്ങിയാലും അവർ ജപ്തി നടപടികളിലേക്ക് പോകരുത് എന്നുള്ളൊരു നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയാണെന്ന് കരുതുക. സ്വാഭാവികമായും വീടുകൾ ഈടുവെച്ചുള്ള ലോണുകൾ നൽകുന്നതിൽ നിന്ന് സഹകരണ സംഘങ്ങൾക്ക് പിന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം നമ്മൾ എങ്ങനെയാണ് കേരളത്തിലെ സാധാരണക്കാർ പലപ്പോഴും ലോണുകൾ എടുക്കുന്നത്, പല ആവശ്യങ്ങൾക്കും വായ്പകൾ എടുക്കുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അവർ സഹകരണ സംഘങ്ങളെയാണ് പ്രാഥമികമായി ആശ്രയിക്കാറ്. അപ്പോൾ തങ്ങൾക്കാകെ ഉണ്ടാകുന്ന ചെറിയൊരു 5 സെൻറ്റ് വസ്തുവോ 10 സെൻറ്റ് വസ്തുവോ അതിലൊരു വീടുമായിരിക്കും. ആ സ്ഥലം പണയം വെച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ഈടായി നൽകിയായിരിക്കും അവർ എപ്പോഴും ഇത്തരത്തിൽ ലോണുകൾ എടുക്കുക. സഹകരണ സംഘങ്ങളിൽ നിന്ന് ലോൺ എടുക്കാത്തവരല്ല നമ്മളാരും, എല്ലാവർക്കും അത്തരത്തിൽ ലോണുകൾ ഉണ്ട് താനും. അപ്പോൾ ആ ലോണുകൾ നൽകുന്നതിലേക്ക് ഈടായി നൽകാൻ നമ്മുടെ കയ്യിൽ ആകെ ഉണ്ടാകുന്ന വസ്തു ഈ പറയുന്ന കുറച്ച് വസ്തുവും അതിലെ ഒരു വീടും ഉള്ള സ്ഥലമായിരിക്കും. അത് നൽകിയാൽ ലോൺ നൽകാത്തൊരു സാഹചര്യത്തിലേക്ക് സഹകരണ സംഘങ്ങൾ പോകേണ്ടി വരുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ആശങ്കയുയർത്തുന്ന കാര്യം. അങ്ങനെയുണ്ടെങ്കിൽ സംസ്ഥാനത്തെ സാധാരണക്കാർക്ക് സഹകരണ സംഘങ്ങളെ ഇത്തരം ആവശ്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ഇതിൽ മറ്റൊരു വശം കൂടി ഇതിന് പറയാനുണ്ട്. കാരണം ഈ സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യത്തിൽ നിന്നാണ് സംസ്ഥാന സർക്കാർ ഏറ്റവും അധികം പണം പലപ്പോഴായി തങ്ങളുടെ ആവശ്യങ്ങൾക്കായി വായ്പയായി മറ്റും എടുക്കുന്നത്. ക്ഷേമ പെൻഷൻ നൽകുന്നത് തുടങ്ങിയിട്ടുള്ള നടപടിക്രമങ്ങൾക്കായി സർക്കാർ ആശ്രയിക്കുന്നത് ഈ സഹകരണ ബാങ്കുകളെ തന്നെയാണ്. അപ്പോൾ തങ്ങളുടെ പണസ്രോതസ്സിനെ ഈ പുറത്തുള്ള സ്വകാര്യ വ്യക്തികൾക്ക് നൽകുന്ന വായ്പകൾ കൂടുതലായാൽ അത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഇത്തരമൊരു നയം സ്വീകരിക്കുന്നത് എന്നുള്ളൊരു വിമർശനവും കൂടി ഈ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഉയർത്തുന്നുണ്ട്. എന്തായാലും ഈ നയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ്. ഏത് രീതിയിലാണ് സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ സഹകരണ ബാങ്കുകളിൽ ഇടപെടാൻ കഴിയുക എന്നുള്ളത് വ്യക്തമാക്കണം. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ജപ്തി നടപടികളുമായി മുന്നോട്ട് പോകണ്ട എങ്കിൽ വായ്പയെടുത്ത് വീടും ഇരിക്കുന്ന സ്ഥലം ഈട് വെച്ച് വായ്പയെടുത്ത് അത് മുടങ്ങിക്കിടക്കുന്ന ആളുകളുടെ കാര്യത്തിൽ ആ ബാധ്യത എങ്ങനെ നികത്തും എന്നുള്ള കാര്യം കൂടി സർക്കാർ വ്യക്തമാക്കണം എന്നുള്ളതാണ് സഹകരണ സംഘങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. വീണ. ഓക്കെ, ശരി. പ്രജിത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു.